റംസാനൊക്കെ വരല്ലേ, റംസാനും ജീരകഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പൊ ഗോതമ്പ് കഞ്ഞി കുടിക്കുന്നവര് ജീരകഞ്ഞിയുടെ അതേ രീതിയിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്, അതിൽ ജീരകഞ്ഞിക്ക് ചേർക്കാത്ത കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ഉണ്ടാക്കണേ എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ഗോതമ്പ് നുറുക്കാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് 1 ഗ്ലാസ്, അത് ഞാൻ 1.5 ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എടുത്തു. 20 മിനിറ്റ് ഒന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണ പച്ചരി വെച്ചിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ജീരകഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. അപ്പൊ നുറുക്ക് ഗോതമ്പ് ഞാൻ ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് എടുക്കാം. അപ്പൊ അത് ഞാനൊരു 20 മിനിറ്റ് ഒന്ന് കുതിർത്താനിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ട് നിങ്ങൾ കുതിർത്താനിടാം. അപ്പൊ ഞാനിപ്പോ കുതിർത്തിയ വെള്ളത്തെ പാടി നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലാക്കി കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇത് അതാണ് കുക്കറിലേക്ക് നമ്മൾ ഇത് മാറ്റിയിടണം കേട്ടോ. ഒന്ന് മുങ്ങി കിടക്കുന്ന പരുവത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കാണ്. പിന്നെ ചേർത്തത് ആശാളി. ജീരകഞ്ഞിയിലൊക്കെ ഇടൂലേ ആശാളി, ഈ മരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആശാളി. പിന്നെ നമ്മുടെ പലർക്കടയിലൊക്കെ കിട്ടും ഇപ്പൊ ആശാളി. റംസാനൊക്കെ ആയി കഴിയുമ്പോൾ പലർക്കടയിലൊക്കെ ആശാളി എന്ന് പറഞ്ഞാൽ മതി, അത് കിട്ടും. അതൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് ആശാളിയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ. അരി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അധികം ഷുഗർ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നോയമ്പിന്റെ സമയത്ത് തണുപ്പൊക്കെ വേണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇങ്ങനത്തെ കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർക്കാം. വീണ്ടും ഞാൻ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂൺ നന്നായി ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഞാനപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് ഇനി വേവിക്കുന്നത് 5 വിസിൽ വരെയാണ് കേട്ടോ. അപ്പോഴാണ് നന്നായിട്ടൊന്ന് വെന്ത് വരാം. അപ്പം ഇതിൽ വെന്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ചുമന്ന കളറായിട്ട് വരും ഈ ഭാഗത്ത്. അപ്പോഴാണ് ഞാനിത് ഓഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൽ റൈസിൻ്റെ ഇതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലാണ് ഓരോ ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ കുക്കറിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. വെന്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. വെന്ത് കഴിയുന്ന സമയത്ത് എനിക്കിത് റെഡായി മാറും. ആ സമയത്താണ് ഞാൻ ഈ കുക്കർ ഓഫ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്കിനി ഇത് നമ്മുടെ റംസാൻ്റെ ആദ്യത്തെ കുക്കിംഗ് ബിസ്മിൻ ചൊല്ലി അടുപ്പിലേക്ക് വെക്കാണ്. ഇപ്പൊ ജീരകഞ്ഞിക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ചെറുപയറാണ് കേട്ടോ. കുതിർത്തിയ ചെറുപയറാണ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പൊ 2 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ, ഈ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഈ ചെറുപയർ ഞാൻ വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ഉപ്പ് അതനുസരിച്ചിട്ട് ഒന്നിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളിതൊന്ന് ചിക്കി എടുക്കണമല്ലോ കേട്ടോ. അത് ഈ ഭാഗത്ത് റെഡ് വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിതിനി ഓഫ് ചെയ്യാണ്. അപ്പം നിങ്ങൾ സാധാ കുക്കറിൽ വെക്കുന്ന സമയത്ത് 4 or 5 വിസിലടിപ്പിക്കുക. അതിനുശേഷം വേണം ഗോതമ്പ് ഓഫ് ചെയ്യാൻ കേട്ടോ. എൻ്റെ നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ ഇവിടെ വെന്ത് കഴിഞ്ഞു കേട്ടോ. ജീരകഞ്ഞിക്ക് വേണ്ടി അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനൊരു ചെറിയ തേങ്ങ ഇട്ട് എടുത്തേക്കുന്നത്. ആ തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ 6 ചുവന്നുള്ളി, 15 or 16 or 20 വരെ വരാ കുരുമുളക്, ഉണക്ക കുരുമുളക് ചേർത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് നല്ല ജീരകം, അര ടീസ്പൂണിലും താഴെ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. ജീരകഞ്ഞി വെക്കാനൊക്കെ നല്ല എളുപ്പം കേട്ടോ. അത് വേവിക്കാനിട്ട് ഈ അരപ്പങ്ങ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ജീരകഞ്ഞി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കുരുമുളക്, ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ ആ ജീരകഞ്ഞിക്ക് വേറൊരു ടേസ്റ്റായിട്ട് മാറും കേട്ടോ അതിൽ.
കേട്ടോ, നന്നായി വെന്തിട്ടുണ്ട്. നമ്മ ഒഴിച്ച വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അതെ, നമുക്കിതിൽ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തിളച്ചൊന്ന് നന്നായി തിളച്ച് വരണം കേട്ടോ. തിളച്ച് അപ്പം തന്നെ നമ്മളിത് ഓഫ് ചെയ്യല്ല. ജീരകത്തിക്ക് അരക്കുമ്പോൾ നന്നായി തിളക്കണം. ആ സമയത്ത് വേപ്പില അങ്ങോട്ട് വെന്ത് വന്നോളും. അരച്ച അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇനിയും വെള്ളം ഇതിൽ ചേർക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കറിയായിട്ട് എടുക്കുന്നത് ചെറുപയറോ വൻപയറോ ഒക്കെ ചിക്കിയത്, പിന്നെ അച്ചാറ്, പപ്പടം, അങ്ങനെയൊക്കെയാണ് കേട്ടോ അധികം കഴിക്കുന്നത്. കഞ്ഞിയല്ലേ. നമുക്കിനി കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അരച്ച മിക്സി തന്നെ കേട്ടോ ഞാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കണേ. പിന്നെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വെറുതെ കഞ്ഞി വെച്ച് കുടിക്കണോ എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പൊഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലാതെ തനിയെ തിളക്കാൻ വിടരുത്. അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ജീരകക്കഞ്ഞി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പാകമാണ് കേട്ടോ വേണ്ടത്. കണ്ടോ തിളക്കുന്നുണ്ടോ? എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ തിളച്ച് മറിഞ്ഞിങ്ങനെ വരണം. ഇത് വരുന്നു കണ്ടോ. ഈ പാകത്തിന് എടുക്കണം കേട്ടോ. അപ്പം നമുക്കിനി പയറ് ചിക്കാനുള്ളതൊന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം പയറ് ചിക്കാനായിട്ട്. എന്നാലും ഞാനൊന്നത് എങ്ങനെയാണ് ചിക്കുന്നതെന്ന് കാണിച്ചു തരാം. പയറപ്പോൾ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. പയറ് കുഴഞ്ഞും പോകരുത് കേട്ടോ. അപ്പോൾ അതിലേക്ക് 15 ചുമന്നുള്ളിയും കുറച്ച് വേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുത്തുമുളകും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ചിക്കിയെടുത്തേക്കാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ പയറിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിക്കനിലേക്ക് ടേസ്റ്റ് ആവുള്ളൂ. ഇതങ്ങനെയാണ് ഞാൻ സാധാരണ പയർ ചിക്കി എടുക്കാറ്. നമുക്കിനി നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി ഒന്ന് കഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി അങ്ങനെയുള്ള കഞ്ഞികളൊക്കെ എടുക്കാൻ വേണ്ടി എടുത്തേക്കുന്ന പാത്രം ഇതാട്ടോ. പെട്ടെന്ന് നമ്മൾ എടുത്തു വെച്ചിട്ട് ആളെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മൂടി വെക്കാനൊക്കെ പറ്റും. ഇതുപോലത്തെ പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് കണ്ടോ. കഞ്ഞിയുടെ കട്ടിയൊന്ന് നോക്കിയേ. അതെ, ഈ പാകത്തിന് കട്ടിയിലായിട്ടിരിക്കണം കേട്ടോ. നുറുക്ക് ഗോതമ്പൊക്കെ കുടിച്ച് വെറുതെ ഉപ്പിട്ട് നുറുക്ക് ഗോതമ്പ് വേവിച്ച് കുടിക്കൂലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നോയമ്പിനല്ലാതെ സാധാ സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിക്കാട്ടോ. ആശാളി ഉലുവയൊക്കെ ആകുമ്പോൾ നല്ല സാധനങ്ങളാണല്ലോ. മഞ്ഞളും ഒക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ചെറുപയറുണ്ട്, മാങ്ങച്ചാറുണ്ട്. ഇത്രയേ ഉള്ളൂ ഞാൻ ഈ കഞ്ഞിക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം.